വെൽക്കം ടു ലെജൻസ്. നമുക്ക് സാരി വീഡിയോയിൽ കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഐറ്റം ആട്ടോ. നമുക്ക് പാർട്ടി വെയർ കൺസെപ്റ്റിൽ വന്നേക്കുന്ന മോഡലാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഫാബ്രിക്, സിൽക്ക് ബേസിലാണ് ചെയ്തേക്കുന്നത്. ബനാറസി വീവിങ് പോലത്തെ ഡിസൈനാണ് കേട്ടോ. ഞാനിതൊന്ന് ഇങ്ങനെ ആക്കി ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഭയങ്കര ഗ്രാൻഡ് ലുക്കാണ്. ഇത് കണ്ടില്ലേ, നല്ല കളേഴ്സുമാണ്. ഫസ്റ്റ് കളർ നല്ല മെറൂൺ ഷെയ്ഡ്. ഇപ്പം ബോർഡറൊക്കെ കാണാൻ നമ്മുടെ ഒരു മുന്താണി പോർഷനൊക്കെ കാണാൻ ഭയങ്കര ഗ്രാൻഡാണ്. മൊത്തത്തിൽ ഈ ഒരു ബൂട്ട ടൈപ്പ് ഡിസൈനാണ് വന്നേക്കുന്നത്. ഫസ്റ്റ് കളർ ഒരു മെറൂൺ പോലത്തെ ഷെയ്ഡാണ് കേട്ടോ. നമ്മുടെ നോർമൽ ബനാറസി വരത്തില്ലേ, ബനാറസി സിൽക്കിൻ്റെ ആ ഒരു ചുരിദാറൊക്കെ വരത്തില്ല, ആ ഒരു രീതിയിലാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത്. നല്ലതായിട്ട് ഒതുങ്ങി കിടക്കും. നല്ലതായിട്ട് നല്ല ഗ്രാൻഡായിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന ഒരു ഐറ്റം. ജോർജറ്റ് ബനാറസി വരുന്നതിനേക്കാളും ചിലർക്ക് ജോർജറ്റ് ബനാറസിയോട് ഇങ്ങനെ ഒഴുകി പോകുന്നതായതുകൊണ്ട് അത്ര താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ചിലർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിലല്ലാതെ കുറച്ചുകൂടെ ഒരു ഒതുങ്ങി കിടക്കുന്ന രീതി സിൽക്ക് ബേസിൽ ചെയ്തെടുത്തേക്കുന്ന ഐറ്റമാണ്. അപ്പോൾ അത് വേണ്ടവർക്ക് അതെടുക്കാം. ഇങ്ങനൊരു സിൽക്ക് ബേസിൽ വേണ്ടവർക്ക് ഇതെടുക്കാം. രണ്ട് രീതിയിലുള്ള ഐറ്റംസ് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നും മെറ്റീരിയൽ അനുസരിച്ച് ചെറിയ ചെറിയ റേറ്റ് വ്യത്യാസങ്ങളുണ്ട്. ഇത് ഇച്ചിരി റേറ്റ് കൂടിയ ഫാബ്രിക്കാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ജോർജറ്റ് ബനാറസിയിലും ഈ ടൈപ്പ് കൂടിയ ഐറ്റത്തിന് 2000 സംതിങ് തന്നെയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇത് കേട്ടോ, മുന്താണി കണ്ടല്ലോ, ഭയങ്കര രസമാണ് കാണാൻ. അപ്പോൾ ഇതിന് കൈക്കുള്ള പോർഷനിലും ഇത് കണ്ടില്ലേ, ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ഷെയ്ഡിലാണ് വീവിങ് പോയേക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഗ്രാൻഡ് ലുക്ക് കിട്ടും. ഭയങ്കര ഓവർ ഗോൾഡൻ ഷെയ്ഡോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതാണ് മെറ്റീരിയൽ. ചെറിയ ഡബിൾ ടോൺ പോലെ വരുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കാണുന്നുണ്ടോ? മെറൂൺ ആണോ? ചെറിയൊരു വ്യത്യാസമുണ്ട്. പക്ഷെ എന്നാലും നേരിട്ട് കാണാൻ നല്ല. ഇതിൻ്റെ ബോർഡറൊക്കെ നോക്കി, ഈ ഒരു താഴത്തെ ബോർഡറൊക്കെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. നിങ്ങളിങ്ങനെ, ഞാൻ ഈ ഒരു സൈഡാണ് കാണിച്ചത്. മറ്റേ സൈഡിന് കുറച്ചുകൂടെ ഭംഗിക്കൂടുതലുണ്ട്. അതായത് ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ചുകൂടെ വീതിയായിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഉടുത്ത് വരുമ്പോഴത്തേനും ഈ സൈഡാണ് എൻഡ് പോർഷനിൽ വരുന്നത്, ഈ സൈഡിലാണ്. അപ്പോൾ മുന്താണിയും കൂടെ വരുമ്പോൾ നല്ല ലുക്കിൽ നിൽക്കും. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് AE 638, റേറ്റ് 2140 ആണ്. 2140. രണ്ടാമത്തെ ഷെയ്ഡ് ഭയങ്കര നല്ലൊരു ബ്ലൂ ഷെയ്ഡാട്ടോ. ഇതിപ്പോൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക? തുരിശിൻ്റെ കളറാണോ? ഏകദേശം ആ ടൈപ്പ് കളറാണ്. ഇതിനകത്ത് ചെറിയ വേരിയേഷൻ ഉണ്ട്, പക്ഷെ അടിപൊളിയാട്ടോ. നേരിട്ട് കാണാൻ ഫുള്ളായിട്ട് ആ ഒരു ബ്ലൂവിൻ്റെ കോമ്പിനേഷൻ ഒരു രക്ഷയില്ല. അപ്പോൾ ഇതാണ് ബോർഡർ വരുന്നത്. ഇതാട്ടോ മെയിൻ ബോർഡർ. മറ്റേത് ചെറിയ ബോർഡർ. ഇത് കണ്ടല്ലേ, കുഞ്ഞു ബോർഡറും ഇത് വലിയ ബോർഡറും. പിന്നെ മുന്താണി പോർഷൻ അതാണ്. ബ്ലൗസ് മുമ്പേ കാണിച്ച പോലെ തന്നെ ഇതാ ഇതുപോലെ വരും കേട്ടോ. കൈക്ക് കൊടുക്കാനുള്ള പോർഷൻ വെച്ചിട്ടുണ്ട്. കളർ കാണിച്ച് വ്യത്യാസമുണ്ടോ? അതിൻ്റെ അകത്ത് ഇച്ചിരി ലൈറ്റായിട്ടാണ് കാണിക്കുന്നത്. കുറച്ചുകൂടെ നല്ല കളറാണ് കേട്ടോ. കുറച്ചുകൂടെ നല്ല ഡാർക്കർ. തുരിശിൻ്റെയൊക്കെ ഏകദേശം ഒരു കളറ് കണ്ടല്ലോ. ബാക്കി എല്ലാം മുമ്പേ കാണിച്ച പോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് AE 637, റേറ്റ് 2140. ഇത് നല്ല ഷെയ്ഡാട്ടോ. ഇത് ഏകദേശം ഒരു ഒനിയൻ പിങ്കിൻ്റെ കുറച്ചുകൂടെ വ്യത്യാസമുള്ള ഒരു കളറ്. അപ്പോൾ ഇതും വേറെ, ബാക്കി ഡിസൈനൊക്കെ സെയിം ആണ്. നിങ്ങൾ ആ ഒരു കളേഴ്സ് മാത്രം നോക്കിയാൽ മതി. എല്ലാം നല്ല അടിപൊളി കളേഴ്സ് ആട്ടോ. ഭയങ്കര രസം കാണാൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏകദേശം ലുക്ക് വരുന്നത്. പിന്നെ മുന്താണി ഞാൻ പറഞ്ഞില്ലേ, ഈ പോർഷനാണ് വരുന്നത്. ബാക്കി മൊത്തം ആ ഒരു ബൂട്ട ഡിസൈൻ ശരിക്കും നമ്മുടെ ഒറിജിനൽ ബനാറസിയിൽ വരുന്ന അതേ സെയിം ബൂട്ട ടൈപ്പ് ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. നമ്പർ വരുന്നത് AE 636, റേറ്റ് 2140. നല്ല അടിപൊളി ഒരു യെല്ലോ ഷെയ്ഡാട്ടോ. നല്ലൊരു ഗോൾഡൻ യെല്ലോ പോലത്തെ കളറാട്ടോ. ഗോൾഡൻ യെല്ലോ അല്ലല്ലേ, കുറച്ചുകൂടെ നല്ല യെല്ലോ ഷെയ്ഡാണ്. എല്ലാത്തിനും ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് കേട്ടോ. പക്ഷേ നേരിട്ടാണ് കുറച്ചുകൂടെ രസം കാണാനായിട്ട്. ഇതുപോലെയാണ് ഏകദേശം ഫുൾ ലുക്ക് വരുന്നത്. ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ ശരിക്കും ഉടുത്ത് തന്നെ അത് കാണണം, എന്നാലേ അതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ. എന്നാലും ഏകദേശം ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭംഗി ഏകദേശം കിട്ടുന്നില്ലേ. അപ്പോൾ ഇതിൻ്റെ മുന്താണിയും ബോർഡറും ഒക്കെ സെയിം രീതിയിൽ തന്നെ ഫുള്ള് ആ ഒരു ബൂട്ട ഡിസൈൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മെയിൻ ബോർഡർ ഇല്ലേ, ഇത് കാണാൻ ഭയങ്കര രസമാണ്. താഴെ നമ്മൾ ആ എടുത്ത് കൊടുക്കുന്നിടത്തും വരും. അപ്പം ചില കൊടുക്കുന്നത് എടുത്തിങ്ങനെ കുത്തുന്നതിനേക്കാളും ഒരു 1 പ്ലേറ്റ് ഇട്ടിട്ട് പിന്നെ എക്സ്ട്രാ ഈ ഒരു ലെയർ മാത്രം എടുത്തിടത്തില്ല, അങ്ങനെയൊക്കെ ഇട്ടാൽ ഭയങ്കര രസമായിരിക്കും അത് കാണാൻ. നല്ലതായിട്ട് ഒതുങ്ങി കിടക്കുകയും ചെയ്യും കേട്ടോ. ഭയങ്കര ഒതുങ്ങിയല്ല, എന്നാൽ അത്യാവശ്യം നമുക്ക് മയമായിട്ട് ഉടുക്കാൻ നല്ല സുഖമുള്ളൊരു മെറ്റീരിയലാണ്. നമ്പർ AE 635, റേറ്റ് സെയിം ആണ്. അടുത്തത് എൻ്റെ പൊന്നൊരു രക്ഷയില്ല, നല്ല ബ്ലാക്ക് ഷെയ്ഡിൽ വന്നേക്കുന്നത് കേട്ടോ. ഇതുപോലെ ഞാൻ പറഞ്ഞത് എല്ലാത്തിനും ഭയങ്കര ഓവറായിട്ട് നിൽക്കുന്ന ആ ഒരു ഗോൾഡൻ അല്ല കൊടുത്തേക്കുന്നത്. ഒരു ലൈറ്റ് റോസ് ഗോൾഡിൻ്റെ ഒക്കെ ആ ഒരു ടൈപ്പ് ഷെയ്ഡാണ് കേട്ടോ. നല്ല ബ്ലാക്കിലാണ് അത് ചെയ്തേക്കുന്നത്. കളറിന് എനിക്ക് തോന്നുന്നു എല്ലാ കളേഴ്സിനും ഇതിൻ്റെ അകത്ത് കാണുമ്പം ഒരു കുറച്ചുകൂടെ ലൈറ്റായിട്ട് കാണിക്കുന്നുണ്ട്. നേരിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങൾ ഈ കാണുന്നതിനേക്കാളും ഒക്കെ ഒത്തിരി രസമാട്ടോ നേരിട്ട് കാണാനായിട്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അടുത്ത ബ്ലാക്ക് ഷെയ്ഡ് എന്ന് പറയുന്നത്. നമ്പർ AE 634, റേറ്റ് 2140. അടുത്ത് നല്ലൊരു മജന്തയാണ്, ഒരു റാണി കളർ കേട്ടോ. കണ്ടേ, നല്ല എടുപ്പുള്ള കളറാണേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ മുമ്പേ കാണിച്ച ആ ഒരു ഷെയ്ഡിന് ഒനിയൻ പിങ്കിനൊക്കെ റെഡ് പോലെയൊക്കെയാണ് കാണിച്ചത്. ഇതും ചിലപ്പോൾ കുറച്ച് റെഡിൻ്റെ ഒരു ഷെയ്ഡിനോട് കാണിക്കും. പക്ഷേ ഭയങ്കര നമുക്കിങ്ങനെ പെട്ടെന്ന് നമ്മുടെ കണ്ടിട്ട് നോക്കാൻ തോന്നുന്ന ഒരു കളറില്ലേ, ഭയങ്കര എടുത്ത് നിൽക്കുന്ന മജന്തയല്ല, പക്ഷേ മജന്തയുടെ തന്നെ മജന്ത എന്ന് പറയാൻ പറ്റില്ല, ഒരു റാണി കളർ തന്നെ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി കളറൊക്കെ കാണാനായിട്ട്. എനിക്കത് നേരിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത്
അത് കാണിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടം എനിക്കുണ്ട്. പക്ഷെ നേരിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. നല്ല 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 ഷെയ്ഡ്സാണ്. അപ്പോൾ ഇതിൽ ആ ഒരു എനിക്കൊന്ന് മെറ്റീരിയലിൻ്റെയോ ക്യാമറയുടെ ഇതൊക്കെ ആയിരിക്കാം ചെറിയ ചെറിയ വേരിയേഷൻസിലാണ് കാണിക്കുന്നത്. പക്ഷേ ഇത് അടിപൊളിയാട്ടോ. ഇതിപ്പോൾ ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? നല്ലൊരു പിങ്ക് മിക്സഡ് ടോണാണ്. ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ പാർട്ടി വെയർ ലുക്കിൽ തന്നെ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇതൊക്കെ. ഞാൻ പറഞ്ഞില്ല, ഭയങ്കര ഓവറായിട്ട് നിൽക്കത്തുമില്ല. ആ ഒരു ലൈറ്റായിട്ടാണ് വീവിങ് പാറ്റേൺ ഒക്കെ പോയേക്കുന്നത്. കളറ് ലൈറ്റ് വീവിങ്ങിലാണ് പോയേക്കുന്നത്. നമ്പർ AE633, റേറ്റ് 2140. ലാസ്റ്റ് കളർ നല്ല ഗ്രീൻ്റെ ഒരു ഷെയ്ഡാണ്. ഇത് നല്ല എടുപ്പുള്ള കളറുകളാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ എല്ലാ ഷെയ്ഡ്സിലും തന്നെ ഇതിനകത്ത് കാണുമ്പം ഒന്നെങ്കിൽ ഡാർക്കായിട്ടോ അല്ലെങ്കിൽ വേറൊരു ഷെയ്ഡ്, മുമ്പേ കാണിച്ച ആ ഒരു പിങ്കിൻ്റെ ടോണിനെയൊക്കെ റെഡ് റൂബി പോലെയൊക്കെയാണ് കാണുന്നത് അതിൻ്റെ അകത്ത് നമുക്ക് വീഡിയോയ്ക്കകത്ത്. പക്ഷേ അങ്ങനെയല്ല. ഞാനിപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ച് നോക്കിയാൽ മതി. കുറച്ചുകൂടെ നല്ല തെളിച്ചുള്ള നല്ല ഷെയ്ഡ്സായിട്ടേ കണക്കൂട്ടാവുള്ളൂ. ഇതും നല്ലൊരു ഗ്രീനാട്ടോ, നമുക്ക് റെയറായിട്ട് കിട്ടുന്ന ഒരു ഗ്രീൻ ഷെയ്ഡ്. ഇതുമൊക്കെ നല്ല എടുപ്പായിരിക്കും. നമുക്ക് ആ ഒരു ഉടുത്ത് കഴിയുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് നോക്കും, നമ്മളൊന്ന് ശ്രദ്ധിക്കും. അത്രയും നല്ല ഭംഗിയായിട്ട് നിൽക്കും. ശരിക്കും നിങ്ങളൊരു ഫംഗ്ഷനൊക്കെ ഇറങ്ങാൻ നമ്മൾ ആലോചിക്കുമ്പം ഒന്ന് എടുത്ത് നിൽക്കണം എന്ന് ആലോചിക്കില്ലേ, അതേപോലെ നമുക്ക് കൊടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഐറ്റം ആട്ടോ. അപ്പോൾ എല്ലാത്തിനും സെയിം രീതിയിൽ ബ്ലൗസ് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് കൈക്ക് മാത്രം കൊടുക്കാനുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റൈലായിട്ടൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇതിപ്പം അയച്ചിട്ടാലും ട്രാൻസ്പെറൻ്റ് ഒന്നുമില്ല കേട്ടോ. 1 പ്ലീറ്റായിട്ട് അങ്ങനെ ഇടാം, അല്ലാതെ എടുത്ത് കുത്തുന്നെങ്കിൽ കുത്താം. എങ്ങനെയാണെങ്കിലും നല്ല സോഫ്റ്റായിട്ട് കിടക്കുന്ന ഫാബ്രിക്കാണ്. വാഷ് ചെയ്യാനും കുഴപ്പമൊന്നുമില്ല. നമ്പർ AE632, റേറ്റ് 2140.